കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലോകമുണ്ട്. ഒന്ന് പുറത്തെ ലോകം, ഒന്ന് അകത്തെ ലോകം. അകത്തെ ലോകത്തിന് നമ്മൾ മനസ്സെന്ന് പറയും, പുറത്തെ ലോകത്തിന് ലോകം എന്ന് പറയും. പുറത്തെ ലോകത്താണ് ഈ ഇടപാടൊക്കെ നടക്കുന്നത്, ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അകത്ത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. അകത്ത് നടക്കുന്ന സാധനത്തിനാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പുറത്ത് നടക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷൻ, കൊടുക്കൽ വാങ്ങലുകൾ. ഈ കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് പുറത്തുണ്ടായിട്ട് ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പ് ഇതൊക്കെ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദേഷ്യം, പേടി, വെറുപ്പ്, അസൂയ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ചില സംഗതികളൊക്കെ, പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. നിങ്ങളുടെ ഈഗോ നിങ്ങൾക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ അകത്ത് കിടക്കുന്ന സംഗതികളെല്ലാം നമുക്ക് ഗുണകരമായിട്ട് വേണ്ടേ അത് ഇരിക്കാനും, അത് ദോഷകരമായിട്ട് ബാധിച്ചതിൻ്റെ പേരിലാണ് അതിൻ്റെ എഫക്റ്റ് പുറത്ത് വരുന്നത്. അപ്പം NLP കൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അകത്തുള്ള ഈ മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റുള്ളവർക്ക് മാറ്റങ്ങൾ വരും. ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അയ്യോ, ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്കല്ലേ ഭർത്താവിന് എന്തൊരു മാറ്റം വന്നിരിക്കുന്നത്. സത്യത്തിൽ അവർക്കൊരു മാറ്റം വന്നിട്ടില്ല. നിങ്ങൾ അവരെ കാണുന്ന, കേൾക്കുന്ന, രുചിക്കുന്ന രീതികൾക്ക് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം തലച്ചോറിലെ മാറ്റങ്ങൾ വന്നു. അപ്പൊ ഇതിവിടെ സംഭവിക്കുന്നത്. തലച്ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞ സബ് കോൺഷ്യസ് ലെവൽ ചേഞ്ചസ് വിൽ ടേക്ക് പ്ലേസ് ആൻഡ് യു വിൽ ബിക്കം എ ന്യൂ പേഴ്സൺ. അപ്പൊ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോകത്തെ അറിയുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഉള്ളിലേക്ക് ഈ ലോകം പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ഈ ലോകത്തിനെ കയറ്റുന്നത്. അതുകൊണ്ട് ആസ് ഇറ്റ് ഈസ് ഈ സാധനം അകത്തേക്ക് വരികയല്ല. ഇത് വന്നു കഴിയുമ്പം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകണം. ആസ് ഇറ്റ് ഈസ് അല്ല നമ്മളെ കയറ്റത്. കാരണം നമ്മൾ ഈ പ്രായം വരെ, ഇപ്പോൾ ഒരു 35 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുണ്ടെങ്കിൽ, ഈ 50 വയസ്സ് ഉള്ളത് എന്ന് പറഞ്ഞാൽ 0 to 50 ഇയേഴ്സ് അമ്മയുടെ ഉദരത്തിൽ കിടന്നും കൂടെ കൂട്ടണേ. 50 വയസ്സുള്ള അന്ന് 51 വർഷത്തെ എക്സ്പീരിയൻസ് പുറം ലോകത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. കയറിയിട്ട് അവരെ വേറൊരു വ്യക്തിയാക്കി മാറ്റി. തമ്പുരാൻ കർത്താവ് ജനിപ്പിച്ച കൊച്ചല്ല നിങ്ങൾ, സമൂഹം ജനിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങളൊക്കെ സമൂഹത്തിന്റെ സന്തതികളാണ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ കൂടിയാണ് നിങ്ങൾ ലോകത്തിനെ കാണുന്നത്. അങ്ങനെ ആ കണ്ട ലോകമാണ് ഉള്ളിലേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ ദേഷ്യം, പേടി ഇതെല്ലാം വന്നോണ്ടിരിക്കും. അപ്പൊ അകത്തോട്ട് നിങ്ങൾ ചിലതൊക്കെ കയറ്റി. ഫോർ എക്സാമ്പിൾ, ഞാനെപ്പോഴും മനസ്സിലാകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ വൈകുന്നേരം വഴി കൂടെ നടന്നു പോവുക. മങ്ങിയ വെളിച്ചത്തിൽ പാമ്പിനെ കണ്ടു. പാമ്പാന്ന് പോലും മനസ്സിലായിട്ടില്ല, എന്നാൽ എന്തോ വളഞ്ഞു ഒരു സാധനം കണ്ട പാടെ രേണു പറയാൻ പോകുന്നതാണ്, അയ്യോ പാമ്പ്. പാമ്പ് അതിന്റെ വഴിക്ക് അങ്ങ് പോയി. പക്ഷെ പാമ്പ് പോയെങ്കിലും വേറൊരു പാമ്പ് അകത്തേക്ക് കയറിയിട്ടുണ്ട് ഉള്ളില്. ഇപ്പൊ തന്നെ കയറി ഒരു പാമ്പ് ഇല്ലേ? ഒരു പാമ്പ് കയറിയില്ലേ? എന്നിട്ട് രാത്രിയിൽ കാണാൻ പോകുന്ന ഈ അയ്യോ പാമ്പിനെയാണ്, പോയ പാമ്പിനെ കാണുകയില്ല. ഇതാണ് അകത്തെ ലോകം എന്ന് പറഞ്ഞത്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. സത്യത്തിൽ അതുപോലത്തെ അതിലേക്ക് അങ്ങോട്ട് കടന്നുപോയ പാവം പാമ്പാ കയറിയെങ്കിൽ ഒരു പ്രശ്നമില്ല, അത് കയറി അവിടെ എങ്ങനെ കിടന്നു. ഇങ്ങനെയാണ് കാര്യങ്ങളെ ഉള്ളിലേക്ക് കയറ്റേണ്ട സത്യത്തിൽ. പക്ഷെ നമ്മൾ അകത്തേക്ക് കയറ്റുന്ന മുഴുവൻ വേറൊരു അത് നമ്മൾ വേണമെങ്കിൽ നാടൻ ഭാഷ കാഴ്ചപ്പാടെന്ന് പറയാം. അങ്ങനെയാണ് കയറ്റുന്നത്. അങ്ങനെ എത്രമാത്രം കയറ്റും? ഒരു സെക്കൻഡിൽ 20 lakhs of bits of information നമ്മൾ ഒരു സെക്കൻഡിൽ കയറ്റുന്നത്.
അല്ല, 20 lakhs ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് 134 നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ നമ്മുടെ കപ്പാസിറ്റി. ബാക്കിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക്. ഇനി ഞാൻ കയറ്റുന്ന 134 അല്ല രേണു കയറ്റാൻ പോകും. അത് വേറൊരു 134. അഖില് വേറൊരു 134. അപ്പോൾ എൻ്റെ 134-ഉം അഖിലിന്റെ 134-ഉം രേണുവിന്റെ 134-ഉം 3 തരത്തിലാണ്. ക്ലിയർ ആയോ? അപ്പോൾ അകത്ത് കയറിയ ലോകം നമ്മുടെ 3 പേരുടെ 3 തരത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. അഖില് പറയും അഖില് പിടിച്ചതിന് 4 കൊമ്പ്. രേണു പറയും കൊമ്പില്ലെന്ന് പറയും. അടിപിടിയായോ? ഇതാണ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പൊ പുറത്തുള്ള ലോകത്തിന് അകത്തോട്ട് കയറ്റി കഴിഞ്ഞിട്ട് NLP-കാർ ഇട്ടിരിക്കുന്ന പേരാണ് മാപ്പ്. അപ്പൊ എൻ്റെ മാപ്പും നിന്റെ മാപ്പും അവന്റെ മാപ്പും അവളുടെ മാപ്പും മറ്റുള്ളവരുടെ മാപ്പും എല്ലാം ഡിഫറൻ്റ് ആണ്. ഈ മാപ്പിന്റെ പുറത്താണ് ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. NLP പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാം, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് ഈ മാപ്പിന്റെ ഡിഫറൻസ് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ NLP പഠിച്ച ആളാണെങ്കിൽ അഖിലും പഠിച്ച ആളാണെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ആർഗ്യൂ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറയുമ്പോൾ എൻ്റെ മുയലിന് 2 കൊമ്പ്, അഖില് പറയും 4 കൊമ്പ്. ഓക്കെ, ഫൈൻ. നമ്മളെന്നെ ഇതിൻ്റെ പേര് വഴക്ക് കൂടുന്നത്. അങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് ചേരാവുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്, അതിലൊക്കെ ചേർന്നേക്കാം. ഒൺലി ഡിസ്കഷൻ, നോ ഫൈറ്റിംഗ് ഓർ നോ ആർഗ്യുമെന്റ്. അപ്പോൾ അവിടെ സമാധാനം ഉണ്ടായി, രണ്ടുപേരും വിൻ വിൻ സിറ്റുവേഷനിലേക്ക് എത്തി. ഇതാണ് സ്ട്രാറ്റജി, വിജയത്തിന്റെ വിജയ മന്ത്രം എന്ന് പറയുന്നത്.